നമസ്തേ. എസ്റ്റാർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നമുക്ക് കിട്ടിയിരിക്കുന്ന മജീഷ്യനാണ് ദ മജീഷ്യൻ. വളരെയധികം സ്കിൽസുള്ള, വളരെയധികം കാര്യങ്ങൾ അവർ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ പ്രാവർത്തികമാക്കുവാൻ കഴിവുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന പേഴ്സണെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്ലസ് അവരിപ്പോൾ ഏതൊക്കെയോ രീതിയിൽ വളരെയധികം സക്സസ് ആയി വിജയിച്ച് നിൽക്കുന്നു. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അവരുടെ കരിയർ എല്ലാ എനർജികളിലും അവർ ഏറ്റവും ടോപ്പായി, അവർ ഏറ്റവും ഉയർന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം അവർ മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ച്, അവരൊരു സ്വപ്നം കണ്ട ആ ഒരു സിറ്റുവേഷൻസ് അവരിലേക്ക് വന്നു ചേർന്നു. അവരാഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ അവരുമായിട്ട് അനുകൂലമായ ഒരു സക്സസ്സിലാണ് അവരിപ്പം നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു അഡ്വൈസ് ആവശ്യമുണ്ട്. അതിലവർ കൺഫ്യൂസ്ഡ് ആണ്. ഒന്നെങ്കിൽ സിംഗിൾ ആണെങ്കിൽ ഒരു മാര്യേജ് പരമായ കാര്യത്തെക്കുറിച്ച് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതല്ല എങ്കിൽ മറ്റാരൊക്കെയോ ചേർന്ന് അവർക്കൊരു ലീഗൽ പരമായ ഒരു കാര്യത്തിൽ അവർക്കൊരു തീർപ്പെടുക്കാൻ പറ്റാത്ത വിധം അവർ ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയിലാണ്, ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. വളരെയധികം ഉയർന്നു, അവർ നല്ലൊരു പൊസിഷനിൽ എത്തി അവർക്കൊരു സമാധാനപരമായി നിൽക്കേണ്ടി വരുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ അവർക്കൊരു കൺഫ്യൂസ്ഡ് എനർജി വന്നിട്ടുണ്ട്. അവരുടെ ലൈഫിനെ മുന്നോട്ടേക്കുള്ള ഒരു തീരുമാനം എന്നത് അവർക്ക് വളരെയധികം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ ഒരു വിവാഹമാവാം, ഒരു ബന്ധമാവാം, പാർട്ട്ണറുമായിട്ടുള്ളൊരു എനർജി ആവാം. അവർക്കൊരു സ്റ്റക്നെസ് ഉണ്ട് അവിടെ. അതെങ്ങനെ പ്ലാനിങ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഒരു ഒറ്റപ്പെട്ട എനർജിയിലാണ് അവർ നിൽക്കുന്നത്. ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും, ഇമോഷണലി ഒരു പുതിയ തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ചുറ്റുമുള്ള വ്യക്തികളുമായിട്ട്, അവരുടെ ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും കൂടുതൽ മിങ്കിളി ചെയ്യുന്ന വ്യക്തികളാവാം, ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഫൈറ്റിംഗ് ആണ് അവിടെ നടക്കുന്ന, ഒരു തടസ്സം. അതായത് നല്ല രീതിയിലുള്ള ഒരു സഹകരണം ഇല്ല, അതുപോലെ ഒരു കൺട്രോളിങ് ഇല്ല എന്നൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവരെല്ലാ രീതിയിലും സക്സസ് ആയി നല്ലൊരു ടോപ്പ് എനർജിയിലാണ് ഇപ്പം മനസ്സുകൊണ്ടും അവരുടെ സിറ്റുവേഷൻസ് വെച്ച് നിൽക്കുന്നതെങ്കിലും അവരുടെ ലൈഫിൽ അവർക്ക് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ കൺഫ്യൂസ്ഡ് എന്നൊരു എനർജിയാണ്. കാരണം അവർ പാസ്റ്റിലൊരു ഇമോഷൻസിനെ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ഉത്കണ്ഠ, ആൻസൈറ്റി എന്നൊക്കെ പറയുന്ന ഒരു എനർജിയിലൂടെ അവർ കടന്നു പോകുന്നു. അതായത് വളരെയധികം ഒരു ഭയത്തെ അവർ അതിജീവിക്കുന്നു. ഒരു സ്റ്റക്നെസ് അവരിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പൂർണ്ണമായും ഈ ഒരു എനർജി വെച്ച് നോക്കിയാൽ അവർക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും. കാരണം അത്രത്തോളം പവർഫുള്ളും അത്രത്തോളം സ്ട്രെങ്ത്